നമസ്കാരം. ഇന്ന് നമ്മുടെ സബ്ജക്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതത്തിന്റെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് അനാലിസിസ് ഓഫ് അൽഗോരിതം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ആസ് വി നോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നമ്മൾ നോക്കിയായിരുന്നു എന്താണ് നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മുടെ അൽഗോരിതത്തിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്, പിന്നെ അതിന്റെ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ വാട്ട് ആർ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്, പിന്നെ കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതംസ്, പിന്നെ അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നതും നമ്മൾ നോക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. സോ അതാണ് നമ്മളൊന്ന് നോക്കുന്നത്. സോ ഇതിന്റെ സബ് ഹെഡിങ്സ് വരുന്നത് ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ്, പിന്നെ വരുന്നത് പ്രോസസ് ഓഫ് അനാലിസിസ്, ദെൻ സ്റ്റോറേജ് കോംപ്ലക്സിറ്റി കാൽക്കുലേഷനും ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേഷനും. ഫസ്റ്റ് വരുന്നത് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറഞ്ഞിരുന്നു, അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് an algorithm is a set of instructions or a task that is a definite means അതിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഉണ്ടാവും. ആ പെർട്ടിക്കുലർ നമ്പർ ഓഫ് സ്റ്റെപ്സിനെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് അതിനൊരു ഇൻപുട്ട് ഉണ്ടാവും, അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പൊ അതിനൊരു സ്റ്റാർട്ട് എൻഡ് ഉണ്ട്. ഇൻപുട്ട് കൊടുത്തതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അതിന് സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്തൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ടാസ്കുകൾ ഉണ്ട്. ആ ടാസ്കുകൾ നമുക്ക് പെർഫോം ചെയ്യുന്നതാണ് അൽഗോരിതം എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ അൽഗോരിതം ഇതിൽ നമ്മൾ അനാലിസിസ് എങ്ങനെ ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കണം. അതിന് വേണ്ട മാത്തമാറ്റിക്കൽ ടേംസ് എന്തൊക്കെയാണ് അതാണ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ അൽഗോരിതത്തിന് 5 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഇൻപുട്ട്, സെക്കൻഡ് വൺ ഔട്ട്പുട്ട്, നമുക്കിപ്പോ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഇഫക്റ്റീവ്നെസ്, ടെർമിനേഷൻ. ഇങ്ങനെ 5 എന്താണ് ക്യാരക്ടേഴ്സ് നമുക്ക് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു ഔട്ട്പുട്ട് വേണം. ഔട്ട്പുട്ടിന്റെ ഇടയിൽ നമുക്ക് ഉള്ള ഒരു നമ്പർ ഓഫ് സ്റ്റെപ്സ് ഡെഫിനറ്റ് ആയിരിക്കും. മീൻസ് അത് കറക്റ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആയിരിക്കണം. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റും. സോ അതിന് നമ്മുടെ എപ്പോഴും നമ്മുടെ ടാസ്കുകൾ ക്ലിയർ ആയിരിക്കണം, സ്റ്റെപ്സ് ക്ലിയർ ആയിരിക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതും അതിന് കറക്റ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഉണ്ടായിരിക്കണം. സോ ഒരു ടെർമിനേഷൻ പോയിന്റ് ഇറ്റ് ഷുഡ് ബി റീച്ച്ഡ്. ഇനി എന്താണ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്? ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കുറെ കണ്ടു കോംപ്ലക്സിറ്റി. അപ്പൊ ഈ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്ര സ്പേസ് വേണം, എത്ര ടൈം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ എത്ര ആവശ്യം വരും എന്നുള്ളത്. അപ്പൊ ഒരു പ്രോഗ്രാമ് നമുക്ക് ഏത് ലാംഗ്വേജിൽ റൺ ചെയ്യുമ്പോൾ ഒരു ബേസിക് അൽഗോരിതം ഉണ്ട്. അപ്പൊ നമ്മൾ ആ അൽഗോരിതം വെച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ കമ്പ്യൂട്ടർ കോംപ്ലക്സിറ്റി നമ്മൾ ഈ ടൈം കോംപ്ലക്സിറ്റിയും റൺ ടൈം കോംപ്ലക്സിറ്റിയും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മെഷീൻ അനുസരിച്ചിട്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൈലർ അനുസരിച്ചിട്ട് നമുക്ക് ഡിഫർ ചെയ്യും. അപ്പൊ ഈ ഡിഫർ ചെയ്യുന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിഫറൻസിനെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ഡിഫറൻസ് വരുന്നത് നമുക്കൊരു ഫാക്ടറായിട്ട് വരാതെ അതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ഡിവൈസ് ചെയ്തത്. നമ്മൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. നമ്മളപ്പോ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ലൈക്ക് തീറ്റ, ഒമേഗ, ബിഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഓർഡർ, ആ ഒരു പർട്ടിക്കുലർ അൽഗോരിതത്തിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ നോക്കി. ലൈക്ക് അപ്പൊ എന്താണ് അതിന് ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഈ ഏത് മെഷീനാണ് യൂസ് ചെയ്തത്, ഏത് കമ്പൈലറാണ് യൂസ് ചെയ്തത് എന്നുള്ള ഫാക്ടേഴ്സ് ഒന്നും നമുക്ക് എഫക്ട് ആവത്തില്ല. അതാണ് ഇവിടെ അസിംപ്റ്റോട്ടിക് അനാലിസിസിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ ബിഗ് ഓ നൊട്ടേഷൻ. ബിഗ് ഓ നൊട്ടേഷൻ എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആണ്. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രാഫ് നോക്കി, ഇതിനകത്ത് നമുക്ക് എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷനിന്റെ എപ്പോഴും മുകളിലായിരിക്കും നമ്മുടെ സി ഓഫ് ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റന്റ് ഇൻറ്റു ജി ഓഫ് എൻ എന്നുള്ള നമ്മുടെ വാല്യൂ, നമ്മൾ ഏത് വാല്യൂ കൊടുക്കണം. ഇവിടെ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റന്റ് എൻ സീറോയും സിയും എന്ന് പറയണ 2 കോൺസ്റ്റന്റ്സ് നമുക്ക് വേണം. ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് പറയുമ്പോൾ നമുക്ക് പറയാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എൻ ദാറ്റ് ഇസ് എഫ് ഓഫ് എൻ എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും നമ്മുടെ സി ഇൻറ്റു ജി ഓഫ് എൻ. ഇതാണ് നമ്മുടെ ബിഗ് ഓ
നൊട്ടേഷനിൽ നമ്മൾ പറയണത്. എഫ് ഓഫ് എൻ എപ്പോഴും ലെസ് ദാൻ സി ഇൻറ്റു ജി ഓഫ് എൻ. ഇപ്പൊ സപ്പോസ് നമ്മുടെ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്, ഇസ് ഈക്വൽ ടു, ഞാനൊരു ഫംഗ്ഷൻ എടുക്കുവാണ്, ദാറ്റ് ഇസ് 2n പ്ലസ് 4. ഇതാണ് എന്റെ ഫംഗ്ഷൻ 2n പ്ലസ് 4 സച്ച് ദാറ്റ് എന്താണ്, നമ്മുടെ 2n പ്ലസ് 4 ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ അല്ലെ. അപ്പൊ 2n പ്ലസ് 4 ഷുഡ് ബി ഈക്വൽ ടു എന്ത്, സി ഇൻറ്റു ജി ഓഫ് എൻ. അപ്പൊ എന്താണ്, നമ്മളിപ്പോ n ഈക്വൽ ടു 1 കൊടുത്താൽ ഇവിടെ എത്രയാ വരുന്നത്, 2 പ്ലസ് 4 6. സോ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. സോ നമുക്ക് ഇവിടെ 6 വരാം അല്ലെ, 6n വരാം. 6 എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ വരാം, നമുക്ക് 7n വരാം, 8n വരാം ഒക്കെ വരാം. പക്ഷെ നമുക്ക് ഇവിടെ 5n വന്നു കഴിഞ്ഞാൽ ദ കണ്ടീഷൻ വിൽ ബി ഫോൾസ്. സോ നമ്മുടെ വാല്യൂ എന്തുവാ ഇവിടെ, യെസ്. സോ ഹിയർ എഫ് ഓഫ് എൻ എന്നാണ്. എഫ് ഓഫ് ഇവിടെ നമ്മുടെ 6 എന്ന് പറയുന്നത് സിയും ജി ഓഫ് എൻ എന്ന് പറയുന്നത് എൻ. സോ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ബിഗ് ഓഫ്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലോവർ ബൗണ്ട്. അതേതാണ്, ദിസ് ഇസ് വിച്ച് വൺ, ഒമേഗ. ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ എന്താണ്, ഒമേഗ ഫംഗ്ഷൻ്റെ നമുക്ക് നോക്കേണ്ടത് വേറെ ഒന്നുമല്ല, സെയിം തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ, സി ജി ഓഫ് എൻ എഫ് ഓഫ് എന്നിന്റെ താഴെ. നേരത്തെ നമ്മുടെ ഫംഗ്ഷനിൽ ദാറ്റ് ഇസ് ബിഗ് ഓഫ് ഫംഗ്ഷനിൽ സി ഓഫ് ജി ഓഫ് എൻ മുകളിലായിരുന്നു. പക്ഷെ ഇവിടെ സി ഓഫ് ജി ഓഫ് എൻ താഴെയാണ്. ദാറ്റ് ഇസ് നമ്മുടെ എന്തുവാ, ഇവിടെ നമ്മൾ പറയുമ്പോൾ സെയിം ആണ്. പക്ഷെ എഫ് ഓഫ് എൻ എന്താണ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി. ഇവിടെ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ സെയിം ലൈക്ക് ബിഫോർ ഞാൻ ഇവിടെ എടുക്കുവാണ്, എഫ് ഓഫ് എൻ is equal to 2n plus 4 എന്നുള്ള വാല്യൂ എടുക്കുവാണെങ്കിൽ ഈ 2n plus 4 എന്തായിരിക്കണം, ഗ്രേറ്റർ ആയിരിക്കണം എന്തിനേക്കാളും, സി ഓഫ് ജി ഓഫ് എൻ. മീൻസ് ലെസർ ആയിരിക്കണം സി ഓഫ് ജി ഓഫ് എന്നിനേക്കാളും. സോ അത് നമ്മളിപ്പോ എങ്ങനെയാ ചെയ്യാം, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, യെസ്, നമുക്ക് 1n കൊടുക്കാം. ഇവിടെ 1 is equal to സിയും n എന്ന് പറയുന്നത് ജി ഓഫ് എൻ. അപ്പൊ ഇവിടെ നമ്മുടെ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഒമേഗ ഓഫ് എൻ. ഇതാണ് നമ്മുടെ ഒമേഗ ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ തീറ്റ. തീറ്റ ഫംഗ്ഷനിൽ നമുക്ക് വരുമ്പോ നമുക്കൊരു എൻ ഫംഗ്ഷനും ഉണ്ട്, ഒരു C1 ഉണ്ട്, C2 ഉണ്ട്. ഇതിന് ടൈറ്റ് ബോണ്ട് അല്ലെങ്കിൽ ആവറേജ് ബോണ്ട് എന്ന് പറയും. നേരത്തെ നമ്മൾ ഇത് പഠിച്ചത് എന്തുവാ, ഇത് ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് ദ ഫംഗ്ഷൻ സി ഓഫ് ജി, ഇത് എന്താണ്, എഫ് ഓഫ് എന്നിനേക്കാളും താഴെയുള്ളതാണ്. ഇതിനകത്ത് വരുമ്പോ സി ഓഫ് ജി മുകളിലാണ്, ദാറ്റ് ഇസ് അപ്പർ ബൗണ്ട്. ഇതെന്ന് പറയുമ്പോൾ ടൈറ്റ് ബൗണ്ട്, ദാറ്റ് ഇസ് എഫ് ഓഫ് എൻ ഇസ് ബിറ്റ്വീൻ C2 ഓർ C3, അല്ലെങ്കിൽ നമുക്ക് ആവറേജ് ബൗണ്ട് എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് വരുമ്പോ എന്താണ്, നമുക്ക് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത്, നമ്മൾ നോക്കിയ എഫ് ഓഫ് എൻ എന്താ, ഗ്രേറ്റർ ആയിരിക്കും എന്തിനേക്കാളും, C1-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും, ലെസർ ആയിരിക്കും എന്തിനേക്കാളും, C2-നേക്കാളും. നേരത്തെ നമ്മൾ നോക്കിയായിരുന്നു C1-ഉം C2 എന്താണ്, ദാറ്റ് ഇസ് C1 നമ്മുടെ 1n-ഉം നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു 2n plus 4-ഉം, അതേപോലെ C2 എന്താണ് നമ്മുടെ x-n-ഉം. സോ ഹിയർ ഇതൊരു ടൈറ്റ് ബൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സെയിം ആണ് വരുന്നത്, എന്ത്, എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു തീറ്റ ഓഫ്. പക്ഷെ ഇവിടെ ഈ ഒരു n മാത്രമേ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോ ഒരു ലൈക്ക് ഇവിടെ 6n 7n 8n എന്നുള്ള വാല്യൂകൾ പോകാനോ, അപ്പൊ ഇവിടെ നമുക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. നമ്മൾ ഇവിടെ 1-ന്റെ താഴെയുള്ള വാല്യൂസ് എടുത്താലോ അത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. സോ വി ഹാവ് ഇൻ എ ടൈറ്റ് ബൗണ്ട് ഹിയർ, ദാറ്റ് ഇസ് സി. ഇവിടെ നമുക്ക് നമ്മുടെ ഈ പർട്ടിക്കുലർ വാല്യൂസ്, ഈ n വാല്യൂസ് എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് 1, അതിനേക്കാൾ ലെസ് ആയിട്ട് വരുന്നത് log n, പിന്നെ അതിനേക്കാൾ ലെസ് ആയിട്ട് വരുന്നത് root n, അതിനേക്കാൾ ലെസ് ആയിട്ട് വരുന്നത് n,
പിന്നെ വരുന്നത് log n, പിന്നെ വരുന്നത് n സ്ക്വയർ, പിന്നെ വരുന്നത് n ക്യൂബ്. അങ്ങനെ നമുക്ക് പോയി നമുക്ക് n റേസ് ടു n വരെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ n ആണ് നമ്മുടെ ടൈറ്റ് ബോണ്ട്, n ആണ് നമ്മുടെ ടൈറ്റ് ബോണ്ട്. ഇത് നമ്മുടെ ലോവർ ബോണ്ടും ഇത് നമ്മുടെ അപ്പർ ബോണ്ടും. സോ ഇൻ കേസ് ഓഫ് ലോവർ ബോണ്ട് ഈ വാല്യൂസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും, ഇൻ കേസ് ഓഫ് അപ്പർ ബോണ്ട് ഈ വാല്യൂസ് സപ്പോർട്ട് ചെയ്യും. പക്ഷെ ആവറേജ് അല്ലെങ്കിൽ ടൈറ്റ് ബോണ്ട് വരുമ്പോ ഈ ഒരു n മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ നമ്മൾ എന്താണ് തീറ്റയും കൂടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ അവിടെ പറയാണ്. ആസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസിൽ ഇത് കണ്ടുപോയത് ബിഗ് O കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എൻ. ഇതിനകത്ത് ഇതെന്തുവാ, ഇത് നമ്മുടെ തീറ്റ ഓഫ് എൻ ആയിട്ട് എടുത്തു. ഇതിനെയോ തീറ്റ ഓഫ് എൻ സ്ക്വയർ ആയിട്ട് എടുത്തു. അപ്പോ ഇതോ തീറ്റ ഓഫ് എൻ ക്യൂബ്. സോ ദിസ് ഇസ് തീറ്റ ബിഗ് ഓഫ് എൻ ക്യൂബ്. ഇത് തന്നിരിക്കുന്നത് ഓർഡർ ഓഫ് എൻ സ്ക്വയർ, സിൻസ് എൻ സ്ക്വയർ പ്ലസ് 3n പ്ലസ് 4 ഇസ് ലെസ് ദാൻ 2n സ്ക്വയർ ഫോർ n ഗ്രേറ്റർ ദാൻ 10. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന n വാല്യൂ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഫംഗ്ഷനിൽ ഇതിന്റെ ഓർഡർ കമ്പ്യൂട്ട് ചെയ്ത് 3n പ്ലസ് 4നും നമുക്ക് n സ്ക്വയറും കൊടുക്കാം. പക്ഷെ നമ്മൾ അതിനെ n ആയിട്ട് എടുക്കുള്ളൂ. എന്നും അത് സാറ്റിസ്ഫൈ ചെയ്യും, അത് ബിഗ് O ആയതുകൊണ്ട്, ബിക്കോസ് ഇറ്റ് ഇസ് അപ്പർ ബൗണ്ട്. അപ്പർ ബൗണ്ട് വരുമ്പോ എന്താണ്, നമുക്ക് n സ്ക്വയർ അപ്പർ ബൗണ്ടിന്റെ അകത്താണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് n സ്ക്വയർ കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ഡു ഇറ്റ്. ഇനി പ്രോസസ് ഓഫ് അനാലിസിസ്. നമ്മുടെ പ്രോസസ് ഓഫ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ലൈക്ക് 4 ഇമ്പോർട്ടന്റ് ഇതുണ്ട്. നമുക്ക് എഫിഷ്യൻസി നോക്കാനായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന റിസോഴ്സസ് ഉണ്ട്. CPU യൂട്ടിലൈസേഷൻ, മെമ്മറി യൂട്ടിലൈസേഷൻ, ഡിസ്ക് യൂസേജ്, നെറ്റ്വർക്ക് യൂസേജ്. ദാറ്റ് ഇസ് ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും ഇൻപുട്ട് ഔട്ട്പുട്ടും ബാൻഡ്വിഡ്ത്തും ഒക്കെ. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് പെർഫോമൻസ് ആണ്. പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒബിയസ്ലി അറിയാം എന്ത് ടൈം ആണ്, എത്ര ബാൻഡ്വിഡ്ത്ത് എടുത്തു, എത്ര മെമ്മറി എടുത്തു, എത്ര ഡിസ്ക് സ്പേസ് എടുത്തു, നെറ്റ്വർക്ക് എത്ര യൂസ് ചെയ്തു, ഇതൊക്കെ ഏത് മെഷീൻ യൂസ് ചെയ്തു, കമ്പൈലർ യൂസ് ചെയ്തു, നമുക്ക് ഇതൊക്കെ എത്ര വന്നു എന്നുള്ളത് നമ്മുടെ പെർഫോമൻസിൽ. കോംപ്ലക്സിറ്റി നമുക്കറിയാം, ദ സൈസ്. ഏതാണ് നമുക്ക് സൈസ് പറയുമ്പോൾ നമുക്ക് എന്താ, ഒരു 1000 നമ്പേഴ്സ് സം ചെയ്യാനും 2 നമ്പേഴ്സ് സം ചെയ്യാനും വരുന്ന സ്റ്റോറേജ് സ്പേസ് ഇറ്റ്സ് വെരി ഡിഫറെന്റ്. കോഡ് വിൽ ബി സെയിം, ബട്ട് നമുക്ക് 1000 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണം അല്ലെ. സ്റ്റോറേജ് വരുമ്പോ എനിവേ ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഡിഫറെന്റ് ചെയ്യും. അതാണ് കോംപ്ലക്സിറ്റിയിൽ നമുക്ക് അറിയേണ്ടത്. സോ ഇറ്റ് ഇസ് ബേസിക്കലി ബേസ്ഡ് ഓൺ ദി ഇൻപുട്സ്. ടൈം കോംപ്ലക്സിറ്റി, ആ ഒരു പർട്ടിക്കുലർ കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാം പർട്ടിക്കുലർ ഇൻപുട്ടിന് എത്ര എക്സിക്യൂഷൻ ടൈം എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ സ്പേസ് കോംപ്ലക്സിറ്റി എന്താണ്, ദ എമൗണ്ട് ഓഫ് സ്റ്റോറേജ് സ്പേസ് റിക്വയർഡ് ഫോർ വേരിയസ് സൈസ് ഓഫ് അൽഗോരിതം. ആ പർട്ടിക്കുലർ എന്താണ് സൈസ്, നമ്മുടെ പ്രോഗ്രാമിന്റെ സൈസ് എത്രയാണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഹിയർ ഇറ്റ് ഇസ് മെൻഷൻ, സി എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ n സ്ക്വയർ മീൻസ് ദാറ്റ് ഇസ് ദ സൈസ് ഓഫ് ദ പ്രോബ്ലം n ഡബിൾസ്, ദെൻ ദ വർക്കിംഗ് സ്റ്റോറേജ് സ്പേസ് ബിക്കംസ് 4 times. ഇവിടെ ഡബിൾസ് ചെയ്യുമ്പോൾ വർക്കിംഗ് സ്റ്റോറേജ് മെമ്മറി 4 times ആയിട്ട്. ടൈം കോംപ്ലക്സിറ്റിയിൽ നമുക്ക് വരുന്നതാണ് റാം മോഡൽ. ഓക്കെ, ഈ റാം മോഡൽ ആക്ച്വലി എന്താണ് ആദ്യം ഡിവൈസ് ചെയ്തത് ജോൺ വോൺ ന്യൂമാൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, നമ്മുടെ അൽഗോറിതംസിനെ ഓരോ മെഷീനും ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മീൻസ് ഓരോ മെഷീനിൽ നമുക്ക് പല പല കൂടുതൽ വർക്ക് ചെയ്യുന്നവരുടെ കോംപ്ലക്സിറ്റി ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യം ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് കോംപ്ലക്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അൽഗോറിതംസ് ത്രൂ ആക്കി നമ്മുടെ എന്താണ് കമ്പ്യൂട്ടേഷണൽ പ്രോസസ്, നമ്മുടെ കോംപ്ലക്സിറ്റി കമ്പ്യൂട്ടേഷണൽ പ്രോസസ്. അപ്പൊ അത് കൊണ്ടുവന്നത്, ഈ റാം മോഡൽ കൊണ്ടുവന്നത് ജോൺ വോൺ ന്യൂമാൻ ആണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് ഈ സിമ്പിൾ ഓപ്പറേഷൻസ് ഒക്കെ വരുമ്പോൾ ഒറ്റ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ലൂപ്സും അതും ഇതും ഇങ്ങനെയുള്ള സബ് റൂട്ടീൻ കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ സൈസ് ഓഫ് ദ ഡാറ്റ, ദാറ്റ് ഇസ് ദ കണ്ടന്റ്, നമ്മുടെ കണ്ടന്റ്, നമ്മൾ ആ പർട്ടിക്കുലർ ലൂപ്പിൽ യൂസ് ചെയ്യുന്ന കണ്ടന്റിനനുസരിച്ച് അത് ഡിഫർ ചെയ്യും. ചിലപ്പോൾ n വരാം, ചിലപ്പോൾ n സ്ക്വയർ വരാം, ചിലപ്പോൾ log n വരാം. അതൊക്കെ ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഹൗ വി യൂസ് ഇറ്റ്. പിന്നെ ഓരോ മെമ്മറി ആക്സസിനും 1 സ്റ്റെപ്പ് ആയിട്ട് എടുക്കും. The process of analysis of algorithm involves analyzing each step of algorithm. It depends on the kind of statements used in the program. Same thing, ആ ഓരോ പ്രോഗ്രാംസിൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെ യൂസ് ചെയ്യണം അതനുസരിച്ചിട്ട് അതിന്റെ അനാലിസിസും പ്രോസസ്സും ഡിഫറെന്റ് ആയിട്ട് വരും. ഇനി നമുക്ക് കോംപ്ലക്സിറ്റി ഓഫ് ബിഗ് O നൊട്ടേഷനിൽ നമുക്ക് വരുന്ന ഫസ്റ്റ് വൺ കോൺസ്റ്റന്റ് ടൈം മെത്തേഡ്, ലീനിയർ ടൈം മെത്തേഡ്, ക്വാഡ്രാറ്റിക് ടൈം മെത്തേഡ്.
കോൺസ്റ്റന്റ് ടൈം മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ടൈം ആണ് ഇത് നമ്മുടെ എൻ വാല്യൂ ആണെങ്കിൽ ടൈം വിൽ ബി കോൺസ്റ്റന്റ്. സോ നമ്മുടെ ഓർഡർ ഓഫ് 1 ദാറ്റ് ഇസ് ബിക്കോസ് 1 ആയിരിക്കും നമ്മുടെ ഇൻപുട്ട് സൈസ് ഒരു ടൈം റിക്വയർ ചെയ്ത ആ പർട്ടിക്കുലർ എൻ ഇൻപുട്ടിന് നമുക്ക് റൺ ചെയ്യാനുള്ള ടൈം ഓർഡർ ഓഫ് 1 ആയിരിക്കും. Linear method, the time required is proportional to the input size. Just proportional to the input size എന്ന് പറയുമ്പോൾ this will be order of n. It will be just proportional to the input size. ഇനി quadratic time method എന്ന് പറയുന്നത് n square. The time is required is proportional to the square of the input size. Input size ന്റെ square എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ greater ആയിരിക്കും. That is n square. ഇവിടെ ടൈം ഇത് n. If the size doubles, then the time required will be 4 times. So, if the input size, ഈ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സൈസ് ഡബിൾ ചെയ്യുമ്പോൾ ടൈം എന്താണ് 4 ടൈംസ് മുകളിലോട്ട് പോകും. ഇവിടെ സൈസ് എന്താണ് ഡബിൾ ആവും, അപ്പൊ ടൈം എന്താ ഓൾസോ ഡബിൾസ് ആണ്. ഇവിടെ അതാണ് ലീനിയർ മെത്തേഡ്, ഇത് ക്വാഡ്രാറ്റിക് ടൈം മെത്തേഡ്, ഇത് കോൺസ്റ്റന്റ് ടൈം. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബിഗ് നൊട്ടേഷൻസിൽ നമ്മൾ നമ്മുടെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നെക്സ്റ്റ് അപ്പോ എക്സാമ്പിൾസ് ഫസ്റ്റ് വൺ വരുന്നത് സിമ്പിൾ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. സാധാരണ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സോ അങ്ങനെയുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ സ്റ്റേറ്റ്മെന്റ്സ് വരുവാണെങ്കിൽ എന്താണ് നമ്മുടെ കോംപ്ലക്സിറ്റി വരിക, അപ്പോൾ അല്ലെങ്കിൽ ടൈം വരിക. ടൈം ആ ടൈം എങ്ങനെ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റ്മെന്റിനും എത്ര ടൈം എടുത്തു എന്നുള്ളത് സമ്മപ്പ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ടൈം ടോട്ടൽ ടൈം കണ്ടുപിടിക്കും. എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് വരിക. കാരണം നമുക്ക് ഇതിന് കോംപ്ലക്സ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും നമ്മളിപ്പോ ചിന്തിക്കുന്നില്ല. വെരി റെഗുലർ ബേസിക് ഓപ്പറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാകുമ്പോൾ ഇതിന് കോൺസ്റ്റന്റ് വാല്യൂ. സോ നമ്മൾ ഓർഡർ ഓഫ് വണ്ണേ പറയുന്നത് ഓർഡർ ഓഫ് 1. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഫ് ദെൻ എൽസ് സ്റ്റേറ്റ്മെന്റ്സ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ നമ്മുടെ ഇഫ് എൽസ് വരുമ്പോൾ നോക്കൂ, നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, ദാറ്റ് ഇസ് ട്രൂ ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റും. നമുക്ക് ഇഫ് എൽസ് വരുമ്പോൾ നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വേർസ്റ്റ് കേസ് പോലെ ഉണ്ടാവും, അതേപോലെ ബെസ്റ്റ് കേസും ഉണ്ടാവും. വേർസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താ പറയാ ഫുൾ ഈ അൽഗോരിതം മുഴുവനും റൺ ചെയ്ത് ഇതിൽ മൊത്തം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു ലൂപ്പിന്റെ അകത്താണ് സപ്പോസ് വിചാരിക്കുക. അപ്പൊ ലൂപ്പിന്റെ അകത്ത് വരുമ്പോൾ ഈ കണ്ടീഷൻ ഏതർ ഇതിനെ റൺ ചെയ്യാം ഇതിനെ റൺ ചെയ്യാം, അപ്പൊ ബോത്ത് കേസസ് റൺ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് n സ്ക്വയർ, ഓർഡർ ഓഫ് n സ്ക്വയർ. അതർവൈസ് നമ്മൾ ഒറ്റൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് 2 വാല്യൂസ് മീൻസ് 2 ഓപ്ഷൻസേ ഉള്ളൂ, ദാറ്റ് ഈസ് either ട്രൂ ഓർ ഫാൾസ്. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഓർഡർ ഓഫ് 1 തന്നെയാണ് വരും, ഒറ്റൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ തന്നെ. ഓക്കെ, അപ്പോ ഇതാണ് ഇഫ് എൽസ് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഫോർ ലൂപ്പ് ആണ്. അപ്പൊ ഫോർ ലൂപ്പ് വരുമ്പോൾ നമുക്ക് എന്താണ്, നമുക്കിവിടെ ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുത്തിട്ടുണ്ടോ, അത് n കൊടുത്തിട്ടുണ്ടോ. അപ്പൊ നമുക്ക് ഇത് എത്ര പ്രാവശ്യം n ടൈംസ് നമുക്ക് ഈ ലൂപ്പ് റൺ ചെയ്യണം. നമുക്ക് എത്ര പ്രാവശ്യം n ടൈംസ് ഈ ലൂപ്പ് റൺ ചെയ്യണം. സോ നമുക്ക് എന്താ വരിക, സോ ദാറ്റ് ഈസ് n ഇൻറ്റു ഓർഡർ ഓഫ് 1, ദാറ്റ് ഈസ് ഓർഡർ ഓഫ് n. അപ്പൊ നമുക്ക് ലൂപ്പിന്റെ ആണെങ്കിൽ ടോട്ടൽ ടൈം വരുന്നത് എന്താണ്, ഓർഡർ ഓഫ് n. ഇനി നേരെ നമുക്ക് നെസ്റ്റഡ് ലൂപ്സ് ആണ് വരുന്നതെങ്കിൽ, നെസ്റ്റഡ് ലൂപ്സ് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇത് n ടൈംസ് റൺ ചെയ്യും, അതിന്റെ അകത്ത് ഇത് m ടൈംസ് റൺ ചെയ്യും അല്ലെ. നമുക്ക് n ടൈംസ് റൺ ചെയ്യും, അതിന്റെ അകത്ത് ഇത് m ടൈംസ് റൺ ചെയ്യും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിനെ n ടൈംസ് റൺ ചെയ്യുന്നു, ഇതിനെ m ടൈംസ് റൺ ചെയ്യുന്നു. അപ്പൊ ഇതെന്താ n ഇൻറ്റു m ടൈംസ് ഇത് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സപ്പോസ് എമ്മിനെ നമ്മൾ n ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വാല്യൂ എന്താ പറയാ, n സ്ക്വയർ. സോ ദാറ്റ് ഇസ് ഓർഡർ ഓഫ് n സ്ക്വയർ. ഓർഡർ ഓഫ് n സ്ക്വയർ ആണ് നെസ്റ്റഡ് ലൂപ്പിന്റെ. ഇനി ഇതിനകത്ത് നമുക്ക് വരുന്നതാണ് ഇൻസേർഷൻ സോർട്ട്. ഇത് നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസേർഷൻ സോർട്ടിന്റെ എന്താണ് റൺ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇൻസേർഷൻ സോർട്ടിന്റെ അൽഗോരിതം. ഈ അൽഗോരിതത്തിൽ നമ്മൾ ഓരോ സ്റ്റെപ്പിന്റെ കോസ്റ്റും ടൈമും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ടോട്ടൽ ടൈം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓരോ കോസ്റ്റിനും C1, C2, C4, C5, C6, C7, C8 അങ്ങനെ നമ്മൾ പലതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഇതിന് 0 കൊടുത്തേക്കേണ്ട കാരണം ഇത് നമ്മുടെ കമന്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ
0 കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഫസ്റ്റ് വൺ C1 ആണ്, സെക്കൻഡ് ലൈൻ C2, തേർഡ് ലൈൻ C4, മീൻസ് തേർഡ് ലൈൻ ഇത് C3 വന്നത് 0 ആയി, അതുകൊണ്ടാണ് C4, ഇത് C5, C6, C7, C8. അപ്പോ ഇത് ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര ടൈംസ് റൺ ചെയ്യും. അപ്പോ J equal to 2 ലെങ്ത് ഓഫ് A. അപ്പൊ A എന്ന് പറഞ്ഞാൽ നമ്മുടെ n ആയിട്ട് എടുത്തേക്കണം. അപ്പൊ നമ്മളിത് n ടൈംസ് നമുക്കിത് റൺ ചെയ്യും. ഈ n ടൈംസ് ഇത് റൺ ചെയ്യും. ഇത് ട്രൂ ആണെങ്കിലല്ലേ നമ്മൾ ഇതിന്റെ അകത്തോട്ട് പോകുള്ളൂ, നമ്മുടെ ലൂപ്പിന്റെ അകത്തോട്ട്. അപ്പോ ഇത് എത്ര ടൈം n-1, ഇതും എത്രയാ n-1. സോ അതേപോലെ ഇത് മൂന്നും n-1 ആയി. ഇത് നമുക്ക് കൺസിഡർ ചെയ്യണ്ട. ഇനി വൈൽ ലൂപ്പ്. ഈ വൈൽ ലൂപ്പ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് ഇത് ഓർഡർ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മുടെ ഇൻസെർഷൻ സോർട്ടിൽ നമുക്ക് എന്താണ് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം അല്ലെ. സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ എന്താണ് അറേഞ്ച് ചെയ്യണം. അപ്പൊ അറേഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഈ കണ്ടീഷൻസ് വരുന്നുണ്ടോ എന്ന് നോക്കണം. സോ ഇതിന്റെ അകത്തും ഒരു ലൂപ്പ് റൺ ചെയ്യുവാണ്, ആസ് ഇൻ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലൂപ്പ് റൺ ചെയ്യുവാണ്. അപ്പൊ ഇതിനെ നമുക്ക് എത്ര ടൈംസ് റൺ ചെയ്യണം, എവിടെയാ നമുക്ക് ഇവിടെ ഇപ്പൊ T2, T3 അങ്ങനെ അങ്ങനെ നമുക്ക് Tn വരെ നമുക്ക് ഇത് റൺ ചെയ്യണം. സോ നമ്മൾ ഇതിനെ ഒരു Tj ആയിട്ട് സപ്പോസ് എടുക്കുവാണ്. ഇതിനെ നമ്മൾ Tj ആയിട്ട് എടുക്കുവാണ്. അപ്പോ ഇവിടെ എന്താണ് നമുക്ക് ഇവിടെ നിന്ന് നമ്മള് എന്താണ് കൊടുത്തിരിക്കുന്നത്, Tjനെ നമ്മൾ എന്താണ് കൊടുത്തേക്കുന്നത്, ഫ്രം 2 to ഇവിടെ J is equal to 2 ആണ്. അപ്പൊ 2 to n വരെ, 2 to n നമ്മൾ ഈ പർട്ടിക്കുലർ ലൈനെ ഫ്രം സിഗ്മ ഓഫ് J of 2 to n Tj, ഇത് കണ്ടോ, ഈ ഒരു വാല്യൂ ആക്കി നമ്മൾ ഇതിന്റെ ടൈം നോക്കും. അത് കഴിഞ്ഞ് ഇത് രണ്ടും നമ്മൾ ഇതിന്റെ അകത്തായതുകൊണ്ട് ഇത് കണ്ടീഷൻ ട്രൂ ആണെങ്കിലല്ലേ ഇത് രണ്ട് ലൈനും റൺ ചെയ്യുള്ളൂ. സോ ദാറ്റ് ഇസ് Tj-1 ഇതും Tj-. സോ അതും നമ്മൾ എന്താണ് Tj-1 Tj-1. നെക്സ്റ്റ് ഇത് വരുമ്പോ n-ന്റെ നോക്കുമ്പോ ഇത് n-. സോ ഫൈനലി നമ്മുടെ ടോട്ടൽ ടൈം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ C1 into n, C1 into n, C2 into n-1, C2 into n-1. പിന്നെ C4 ഇവിടെ C3 ആണ് കൊടുത്തിരിക്കുന്നത്, കാരണം ഇത് നമ്മൾ ചെയ്യാത്തതുകൊണ്ട് ഇത് C3 ആയിട്ടാണ് എടുത്തത്, അതുകൊണ്ടാണ് ഇവിടെ C3 into n-1. പിന്നെ C4 into sigma of J to 2 to n Tj, C5 into sigma of Tj-1 from n, C6 into sigma of J to 2n Tj-1, C7 into n-1. ഇവിടെ ഇത് വാല്യൂസ് ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഡിഫറൻസ് ആയിട്ട് വരുന്നിരിക്കുന്നത്. C3 ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല, ബാക്കിയല്ല. അപ്പോൾ ഇത് C3, C4, C5, C6, C7. അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് ഇതിന്റെ ടോട്ടൽ ടൈം വരുന്നത്. ഇതാണ് ഇതിന്റെ ടോട്ടൽ ടൈം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ കോഡ് അല്ലെങ്കിൽ അൽഗോറിതം തന്നാൽ നമ്മൾ ഇതിന്റെ ടോട്ടൽ ടൈം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഒരു അൽഗോറിതം തരുമ്പോൾ അതിന്റെ ആ അൽഗോറിതത്തിൽ നമുക്ക് എന്താണ് ബെസ്റ്റ് കേസ് വരാം, വേർസ്റ്റ് കേസ് വരാം, ആവറേജ് കേസ് വരാം. അപ്പോൾ നമ്മുടെ ഈ ഇൻസേർഷൻ സോർട്ടിന്റെ നമുക്ക് ഓർഡർ ഓഫ് n² ആണ് വരുന്നത്. ഇതിനകത്ത് ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറേ ഓൾറെഡി അസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആയിരിക്കും, ഓൾറെഡി ഇത് സോർട്ടഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ എന്താണ് ദ ഇന്നർ ലൂപ്പ് നോട്ട് ബി എക്സിക്യൂട്ടഡ്. അപ്പൊ ആ വൈൽ ലൂപ്പ് നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ട. അപ്പൊ നമ്മുടെ എന്താണ് ഓർഡർ ഓഫ് n വരുന്നത്. വേർസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് വൈൽ ലൂപ്പും റൺ ചെയ്യണം, ഇത് റൺ ചെയ്യണം. സോ n². ആവറേജ് കേസ് എന്ന് പറയുന്നത് അതാണ്, മീൻസ് നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ചെയ്യേണ്ടി വരില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എലമെന്റ്സ് ദാറ്റ് ഹാവ് ബീൻ ഇൻസേർട്ടഡ്. സോ അതും ഓർഡർ ഓഫ് n². അപ്പൊ ടോട്ടലി നമുക്ക് പറയുമ്പോൾ നമ്മുടെ ഇൻസേർഷൻ സോർട്ടിന്റെ ഓർഡർ ഓഫ് n² ആയിട്ട് നമുക്ക്. ഇനി സ്റ്റോറേജ് കോംപ്ലക്സിറ്റി. സ്റ്റോറേജ് കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ആ സ്റ്റോറേജിൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്നത്. For an iterative algorithm, it is just a matter of looking at the variable declaration and storage locations. നമ്മുടെ iterative ആയിട്ടുള്ള പ്രോഗ്രാം വരുമ്പോൾ അതിന്റെ എന്താ വേരിയബിൾ ഡിക്ലറേഷൻ, സ്റ്റോറേജ് അലൊക്കേഷൻസ് ഒക്കെ എത്താൻ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ സ്റ്റോറേജ് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒരു റിക്കേഴ്സീവ് പ്രോഗ്രാം വരുമ്പോൾ അതിനകത്ത് ഡിഫറെന്റ് ആയിരിക്കും. ഒരു റിക്കേഴ്സീവ് പ്രോഗ്രാം വരുമ്പോൾ അത് റൺ ടൈം ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ അസൈൻ ചെയ്ത എലമെന്റ്സിനെ അല്ലെങ്കിൽ ഓൾറെഡി ഡിക്ലെയർ ആയിട്ടുള്ള എലമെന്റ്സിനെ അല്ലെങ്കിൽ റിക്കേഴ്സീവ് കോൾ വരുന്നത് തിരിച്ച് റിട്ടേൺ പോകേണ്ടത് എങ്ങോട്ടാണ്. അപ്പൊ ഇതേപോലുള്ള പല പല സ്റ്റോറേജുകൾ വരും. സോ ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. അപ്പൊ റിക്കേഴ്സീവ് കോൾസ് വരുമ്പോൾ നമ്മുടെ എന്താണ് ഓർഡർ ഓഫ് n ആവും നമ്മുടെ ടോട്ടൽ ടൈം വരുന്നത്.
ഇനി ടൈം കോംപ്ലക്സിറ്റി ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു, ഇത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എന്താണ് നമ്മുടെ ലൈൻസ് ആണ്, ഡിക്ലറേഷൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിനൊക്കെ വരുമ്പോൾ എന്താണ്, ഇതിനൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ ടൈം ഓർഡർ ഓഫ് N1 ആയിട്ട് എടുക്കുള്ളൂ. കാരണം ഇതൊക്കെ നമ്മുടെ ബേസിക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനാണ്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ എല്ലാം കൂടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓർഡർ ഓഫ് വരും. ഇനി കോംപ്ലക്സിറ്റി ലാഡർ, ഇതിനകത്ത് എന്താണ് നമ്മുടെ TN എന്താണ്, TN വരുമ്പോൾ പല പല ഫാക്ടേഴ്സ് വരും, പല പല എന്താണ് റൺ ടൈം കോംപ്ലക്സിറ്റി വരും. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് 1, അത് നമ്മുടെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ ഗ്രാഫ് ആണെങ്കിൽ നമ്മുടെ ടൈം നമുക്ക് അതിനകത്ത് ചേഞ്ച് ആവണേ. അപ്പോ ഇവിടെ ടൈമും ആയിരിക്കും, ഇവിടെ നമ്മുടെ എന്റെ ടൈം വരും. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ഓർഡർ ഓഫ് 1. ഇനി ഓർഡർ ഓഫ് ലോഗ് ടു ദ ബേസ് n വരുമ്പോ ലോഗറിതമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇങ്ങനെ ഇതിനകത്ത് പോകും. ഇനി ഓർഡർ ഓഫ് n വരുമ്പോഴും അതെ, നമുക്ക് ആ ഒരു മിഡിൽ ആയിട്ട് മീൻസ് നമ്മുടെ മിഡിൽ വാല്യൂ ആയിട്ട് നമുക്കത് പോകും. ഇപ്പൊ ഇതിനകത്ത് എക്സാമ്പിൾ വരുന്നത് ഇൻഡിപെൻഡന്റ് സൈസ് ഓഫ് ദി അറേസ് ഒക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ അറേയിൽ നിന്ന് എലമെന്റ്സ് ആക്സസ് ചെയ്യും. ഇതിനകത്ത് വരുമ്പോൾ ബൈനറി സെർച്ച് വരുമ്പോൾ നമുക്ക് ആ അറേ ഡിവൈഡ് ചെയ്യണം. അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ലോഗറിതമിക് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് നോക്കുക. പിന്നെ n വരുമ്പോൾ നമ്മൾ എന്താണ് 1 ഡയമെൻഷൻ എലമെന്റ്സ് വുഡ് ബി ഓഫ് ഓർഡർ ഓഫ് n. ലൂപ്പിംഗ് നമ്മൾ കണ്ടു, ലൂപ്സ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് n ആയിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് n log n വരുന്നത് നമുക്ക് merge സോർട്ട് യൂസ് ചെയ്യുമ്പോഴാണ് n log n വരുന്നത്. പിന്നെ n raised to k എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഗ്രോത്ത്, നമ്മുടെ സെലക്ഷൻ സോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് n raised to k പോളിനോമിയൽ ഗ്രോത്തിന്റെ നോക്കേണ്ടി വരും. പിന്നെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നോക്കുമ്പോൾ എന്താണ്, ഇത് algorithm that grow this way are basically useless for anything except for very small input size. വളരെ സ്മോൾ ഇൻപുട്ട് സൈസ് ആണെങ്കിലാണ് നമുക്ക് ഇത് വരിക. ഇപ്പൊ നമുക്ക് എക്സ്പോണൻഷ്യൽ തോന്നുന്നു, എനിക്ക് തോന്നുന്നു ട്രാവലിംഗ് സെയിൽസ്മാൻ ഒക്കെ നോക്കുമ്പോൾ വളരെ കുറച്ച് നമുക്ക് പോവാനുള്ളൂ. അത് നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറഞ്ഞ ഈ ഒരു ഓർഡർ നോക്കുന്നത്. സോ അത് നമുക്ക് അപ്പൊ നോക്കാം. ഇപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള റൺ ടൈം കോംപ്ലക്സിറ്റീസ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നിട്ടുണ്ട്. ആസ് വി നോ ദിസ് ഇസ് എ ലൂപ്പ്. എന്താണ് ഇത് n ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇത് n ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്താ പറയുക, ഓർഡർ ഓഫ് ഇത് n ടൈംസ് പോകും, ഇതും n ടൈംസ് പോകും. സോ ദാറ്റ് ഇസ് n സ്ക്വയർ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് മീൻ ബൈ ബിഗ് നൊട്ടേഷൻ, എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. നമ്മളത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ചാപ്റ്റർ പോർഷൻ കവർ ചെയ്തു. ആ സെയിം തന്നെയുള്ള വിത്ത് ദി ഗ്രാഫ് ഡയഗ്രമും ആ തിയറിയും ഒക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് അതിന് മാർക്ക് കിട്ടും. 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ അതനുസരിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു f(n) എടുത്തിട്ട് ആ f(n) വെച്ചിട്ട് അത് സോൾവ് ചെയ്ത് കാണിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു f(n) എടുത്തിട്ട് അതിനെ സോൾവ് ചെയ്ത് കാണിക്കുക. ഫസ്റ്റ് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ കൊടുക്കുക. f(n) is equal to big of g of n if there are positive n0 and c. രണ്ട് കോൺസ്റ്റന്റ്സ്. അതിന് n0 the value f(n) lies always below the c of g of n. ആ ഗ്രാഫിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് പോലെ എന്താണ്, ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത് പോലെ നമ്മൾ അതിനകത്ത് പറയുന്നത് f(n) എപ്പോഴും c of g ന്റെ താഴെ തന്നെ ആയിരിക്കും. ഇനി there exist ഈ സിയും n0യും ഇതിന്റെ എങ്ങനെയാണ്, 0 less than f(n) less than c of g of n for all n greater than or equal to n0. അപ്പൊ ബിഗ് O notation define the upper bound of a function by using constant factor. upper bound of a function അത് മെൻഷൻ ചെയ്യണം, upper bound ആണെന്നുള്ളത്. അതിനൊരു കീവേഡ് ആണ്, അതിന് മാർക്ക് ഉണ്ടാവും. We can see from the earlier definition of theta that theta is a type notation, and big O notation f(n) an plus c is order of n is also order of n square. That is n is also n square, but n is asymptotic type where n square is the notation. ഓക്കെ, അപ്പൊ അത് ഞാനത് എക്സാമ്പിളിൽ കറക്റ്റ് ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അത് n സ്ക്വയർ ആകും, n ആവും. പക്ഷെ നമ്മൾ അതിനകത്ത് n ആയിട്ടാ കൺസിഡർ ചെയ്യുക, കാരണം അതിന് n കൊടുക്കാം, അതിനായിട്ടുള്ള അങ്ങോട്ടുള്ള ബാക്കിയുള്ള എല്ലാ വാല്യൂസും നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അത് സെയിം തന്നെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേപോലെ ഡിസംബർ 2021 വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ടൈം കോംപ്ലക്സിറ്റി സ്പേസ് കോംപ്ലക്സിറ്റി. നമ്മളത് എന്താണെന്നുള്ളത് കുറെ എക്സ്പ്ലെയിൻ ചെയ്തു. അതിന്റെ കറക്റ്റ് ഒരു ക്രിസ്പ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തത്.
ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് ടൈം കോംപ്ലക്സിറ്റി, എന്താണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്നുള്ളത് പറയാം. അത് ഓൾറെഡി നമ്മൾ ഈ 2 പോയിന്റ് ഡിസ്കസ് ചെയ്തതാണ്. ഈ 2 ഇത് നമ്മുടെ ബുക്കിലും കറക്റ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ കമ്പാരിസൺ ചെയ്യും. ടൈം കോംപ്ലക്സിറ്റി എന്താണ്, സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ്, ഇതിൻ്റെ സ്പേസ്. Time is counted for all statement. Memory space is counted for all variables, inputs and outputs. Time complexity എന്താണ്, size of input is the primary determinant. Primary determinant is the auxiliary variable size ആണ് space complexity. Time complexity deals with the computational time with the change in the size of input. Input size change ചെയ്യുന്നതനുസരിച്ചിട്ട് അത് ഡിപ്പെൻഡ് ചെയ്യും. Space complexity deals with how much extra space would be required with a change in the input size. അപ്പോൾ ഇത് രണ്ടും മെൻഷൻ ചെയ്യുക. കമ്പാരിസൺ ചോദിക്കുമ്പോൾ എപ്പോഴും കമ്പാരിസൺ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യുക. കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ നല്ലതാണ്. നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. Okay, so this is all about today's topic. I hope it is clear. Thank you.